ആഹാ പിള്ളാച്ചനോ? ദേ നമ്മുടെ ശനി പിള്ളാച്ചനാ. കൊറേ നാളായല്ലോ പിള്ളാച്ച ഇങ്ങോട്ട്. തന്നെ ദൂരേന്ന് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ആളെ പിടിയിട്ടില്ല. കടക്കാരെങ്കിലും ആണെന്ന് വിചാരിച്ചാ ഞാൻ അകത്തോട്ട് വലിഞ്ഞതേ. ഓ അതിപ്പോ പഴയ ഒരു 4 രൂപ 60 പൈസ താൻ എനിക്കും തരാറുണ്ട്. പണ്ട് തലസ്ഥാനത്തേക്ക് കാൽനട ജാഥാ ബസ് കൂലി കൊടുത്തതേ. അത് കാലഹരണപ്പെട്ടു പോയ കേസല്ലേ, വന്ന കാലം നിൽക്കാതെ ഇരിക്കും പിള്ളാച്ച. ഞാനിപ്പോ വരുന്നത് നമ്മുടെ പ്രസിഡന്റ് ദുശാസനക്കുറിപ്പ് ചേട്ടന്റെ വീട്ടിൽ നിന്ന്. ചേട്ടൻ പ്രസിഡന്റ് ആയിട്ട് ഇപ്പൊ 12 വർഷം കഴിഞ്ഞു. ഒരു ദശവത്സര പൂർത്തി ആഘോഷം സംഘടിപ്പിച്ച് അദ്ദേഹത്തെ ഒന്ന് അനുമോദിച്ചാലുണ്ടാ? വേണ്ടതാ. റാഹേലമ്മ എന്ത് പറയുന്നു? പഞ്ചായത്ത് മെമ്പർമാരായ പിള്ളാച്ചനും എനിക്കും അഭിമാനത്തിന് വക നൽകുന്ന ഒരു കാര്യം കൂടിയാണത്. ചേട്ടൻ കണക്കൂട്ടിയോ മൊത്തം എന്തോ കിട്ടും? ഓ ഒരു അനുമോദന യോഗം സംഘടിപ്പിച്ചാൽ അതിൽ നിന്ന് കണ്ണുവെട്ടിച്ചുണ്ടാക്കാവുന്ന എത്രയാണെന്ന് റാഹേലമ്മയ്ക്ക് അറിഞ്ഞൂടെ? പക്ഷെ ഇത് ഒരു അനുമോദന യോഗം മാത്രം കൊണ്ട് നിൽക്കുന്നില്ല. നമ്മുടെ ദുശാസനക്കുറിപ്പ് ചേട്ടന്റെ സ്മാരകമായി പഞ്ചവടിപ്പാലം പൊളിച്ചു പണിഞ്ഞ് പാലത്തിന്റെ രണ്ടറ്റത്തും കുറുപ്പിയേട്ടന്റെ പ്രതിമയെ സ്ഥാപിക്കാൻ പോവാ. അതെങ്ങനെയാ പിള്ളേ? അത് നല്ല 1-ാം തരം പാലമല്ലേ? അല്ല ഹാബേലേ, പാലം അപകടത്തിലാ. പാലം അപകടത്തിലാണെന്ന് തന്നോട് ആര് പറഞ്ഞു? മരങ്ങോണ്ടാണല്ലോ പാലം അപകടത്തിലാണ്. റാഹേലമ്മയ്ക്ക് ബുദ്ധിയുണ്ട്. അപകടത്തിലല്ലെങ്കിൽ അപകടത്തിലാക്കും. ആഹാ, നീ ഇതുവരെ റേഷൻ കടയിൽ പോയില്ലേ? ഒരു 2 കിലോ പഞ്ചസാര ഇവിടെ തരാൻ വേണ്ടി ആ റേഷൻ കടക്കാരൻ പ്രകലാദം എടുത്തു വെച്ചിരിക്കുകയാണ്. ഒന്ന് പോയി വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞപ്പോ അവന്. എന്താ ശലോമോനെ അമ്മ പറഞ്ഞ അനുസരിക്കാത്തത്? അമ്മയ്ക്ക് വീട്ടുകാർ നോക്കിയിരുന്നാ മതിയോ? പഞ്ചായത്ത് മെമ്പറായ റാഹേലമ്മയ്ക്ക് നാട്ടുകാർ നോക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് 2 രൂപ ഞാൻ പോയിച്ചു വരാം. എന്താ കൈക്കൂലി 2 രൂപ. മോൻ ചെല്ല്. അമ്മ പറഞ്ഞെന്ന് പറഞ്ഞേ പ്രഹ്ലാദനോട് 2 രൂപ മേടിക്കും. ചെല്ല്. യോഗത്തിന്റെയും പാലത്തിന്റെയും കാര്യം ശലോമോൻ വിശദമായി അറിയണ്ടെന്ന് കരുതിയ അവനെ പുറത്തേക്ക് അയച്ചത്. അറിഞ്ഞാലേ അവനോട് നീ പിരിവ് തുടങ്ങും. അത് പിന്നെ ഇവിടുത്തെ പാരമ്പര്യം. അല്ല പിള്ളേ, സർക്കാരല്ലയോ പാലം പണിയുന്നത്? അപ്പൊ നമുക്ക് എന്താ കിട്ടാനാ? എന്നാ കിട്ടാനാ? ഇതോ ആദ്യം പാലം അപകട കമ്മിറ്റി, പിന്നെ പാലം പൊളിക്കൽ കമ്മിറ്റി, അത് കഴിഞ്ഞ് പാലം പണി കമ്മിറ്റി, സ്മാരക കമ്മിറ്റി, പ്രതിമ കമ്മിറ്റി. പ്രതിമ നമുക്ക് മദ്രാസിൽ ഉണ്ടാക്കണം. അതെ, എല്ലാം കഴിഞ്ഞ് ഉദ്ഘാടന കമ്മിറ്റി. ഈ എല്ലാ കമ്മിറ്റിയിലും കൂടെ നമ്മൾ തന്നെയല്ലേ അംഗങ്ങള്? പിന്നെന്താ? എന്റെ കർത്താവേ, ഇക്കണ്ട കമ്മിറ്റിക്കെല്ലാം കൂടി പ്രസിഡന്റുമാരെ നമ്മൾ എവിടെ പോയി തപ്പാനാ? അതിനല്ലേ ദുശാസനക്കുറിപ്പുള്ളത്. പിന്നെ വൈകുന്നേരം നമ്മുടെ കാർക്കോടക മുതലാളിയുടെ വീട്ടില് ഒരു ആലോചന യോഗം വെച്ചിട്ടുണ്ട്. നേരത്തേക്ക് വരണം. ദാഹത്തിന് കുടിക്കാൻ വല്ലതും കാണുമായിരിക്കും. അതിനല്ലേ അച്ചായ ഷാപ്പ് കോൺട്രാക്ടറുടെ വീട്ടിൽ തന്നെ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, തന്റെ സ്വഭാവം ശരിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാ. അനുമോദന യോഗത്തിന്റെ കാര്യം തമ്മിണ പരസ്യമായി. പക്ഷേ പാലത്തിന്റെ കാര്യം പാലം അപകടത്തിലായതിന് ശേഷമേ 4 പേര് അറിയാവൂ. പറഞ്ഞു മനസ്സിലായോ? പിള്ളാച്ച ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, ധൈര്യമായിട്ട് പൊയ്ക്കോ. ഇത് അപ്പൊ നേരത്തേക്ക് വരണം. പാലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോകൂ എന്ന് നമ്മൾ വായി തലയ്ക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. വായിലെ വെള്ളം പറ്റുന്നതല്ലാതെ ഇതേവരെ ദുശാസനക്കുറിപ്പിന് അശേഷം കുലുക്കമില്ല. യൂദാസ് കുഞ്ചനോട് ഞാൻ യോജിക്കുന്നു. കുറിപ്പിന് നാണമില്ലെങ്കിലും രാജിവെക്കണമെന്ന് പറയുന്ന നമുക്കെങ്കിലും നാണം വേണ്ടേ? മുന്നിക്കൂടെ അല്ലെങ്കിൽ പിന്നിക്കൂടെങ്കിലും വീഴ്ത്താൻ നോക്കണം. 2 പേരുടെ ഭൂരിപക്ഷത്തിലാ കസേരയെ കുറിപ്പിരിക്കുന്നത്. ആരെയെങ്കിലും 2 പേരെ നമ്മൾ ചാക്കിലാക്കുകയോ ചാക്കോട് കൂടി കാറിലാക്കുകയോ ചെയ്താൽ ഭരണത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിലിരിക്കും. അതൊക്കെ വലിയ ചെലവുള്ള കാര്യമല്ലേ ഭീമൻപിള്ളേ? 2 പേരെ ചാക്കിട്ട് കാറെ കൊണ്ടു നടക്കാനും കണ്ട പെട്രോൾ പമ്പിന്റെയും ചാരാ ഷാപ്പിന്റെ ഒക്കെ മുമ്പിൽ കൊണ്ട് നിർത്താനും കണക്ക് പറഞ്ഞ് ഇറക്കിവിടാനൊക്കെ നല്ലൊരു തുക കയ്യിലില്ല പറ്റുമോ? അതുകൊണ്ട് കുറെ കൂടെ ബുദ്ധിപൂർവമായ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത്. പഴയ തന്ത്രം തന്നെ ആയാലോ? കാത്തിരിപ്പ്. നമുക്കൊരു പുതിയ തന്ത്രം പ്രയോഗിച്ചു കളയാം. കുറിപ്പ് ഇവിടെ പ്രസിഡന്റ് ആയതിനു ശേഷം സ്ഥാപിച്ചിട്ടുള്ള ഇംഗ്ലീഷിലുള്ള എല്ലാ ബോർഡുകളും ടാറടിച്ചു കളയാം. ആടാവല്ലേ? വഞ്ചനയാണ് ഞാൻ കാണിക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ഈ നാടിനോടും നാട്ടുകാരോടുമുള്ള സ്നേഹം കൊണ്ട് എനിക്കിതിവിടെ വന്ന് പുറത്ത് പറയാതിരിക്കാനും കഴിയുന്നില്ല. താൻ കാര്യം പറയൂ. ദുശാസനക്കുറിപ്പിന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനസ്വാധീനം വർദ്ധിപ്പിക്കാനായി ഒരു വലിയ അനുമോദന യോഗം കൂടാൻ പോകുന്നു. നമ്മുടെ ജോലി വർദ്ധിച്ചു വരികയാണ് സുഹൃത്തുക്കളെ. ഈ അനുമോദന യോഗം എന്ത് വില കൊടുത്തും നമുക്ക് കലക്കണം, കലക്കിയിരിക്കും. നാളെ എന്താ നിങ്ങളുടെ അഭിപ്രായം? യോഗം നടക്കുന്ന മൈതാനം മുഴുവൻ നമുക്ക് ടാറ് പൂശിക്കളയാം. ആ കാര്യം എനിക്ക് വിട്ടതാ. ഞാൻ കൂലിപ്പടയായിട്ട് ഇറങ്ങിക്കോളാം. ഇപ്പൊ എങ്ങനെ അവരുടെ റേറ്റ് കൂടിയിട്ടുണ്ടോ? 10 രൂപ, കല്ലേറിന് 15, സോഡാ കുപ്പിയേറിന് 20. വൈകുന്നേരം കൃത്യം 5 മണിക്ക് സ്ഥലം ശ്രീ ഭൂതനാഥ ക്ഷേത്ര മൈതാനത്ത് വെച്ച്
ഐരാവതക്കുടി പഞ്ചായത്ത് പ്രസിഡന്റായ നമ്മുടെ പ്രിയങ്കരനായ ദുശാസനക്കുറിപ്പ് അവരെ അനുമോദിക്കാൻ കൂടുന്ന വമ്പിച്ച മഹായോഗത്തിലേക്ക് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രസ്തുത യോഗത്തിൽ മുൻ മന്ത്രി ശ്രീ ഗണപതി അയ്യർ അധ്യക്ഷം വഹിക്കുന്നതും ശ്രീ കാർക്കോടൻ നായർ, ചെന്നിപ്പിള്ള തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാർ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് യോഗാനന്തരം ഉണ്ണിമേരിയുടെ ഒരു നൃത്തകലാ പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മുൻമന്ത്രിയുടെ പ്രസംഗം സാരല്ല, ഉണ്ണിമേരിയുടെ നൃത്തം കലക്കും. സിനിമയിലെ പോലെ തന്നെ ആയിരിക്കും ജീവനോടെ. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. യോഗാനന്തരം ഉണ്ണിമേരിയുടെ നൃത്ത പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. ഉണ്ണിമേന്ന് വേണ്ട കാര്യം ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ഇന്ന് 6 മണി കൂടുമല്ലോ വന്നവര്. ഇത്രയും മാത്രം കാശ് എവിടെ നിന്നാണോ എന്തോ. അവരും പിരിവ് നടത്തിക്കാനും ചികഞ്ഞപ്പിള്ള ഒരു കാര്യം ഏറ്റാ അത് ഭംഗിയായി നടത്തും. അയാളുടെ ബന്ധത്തിലുള്ള ഒരാൾ സിനിമയിലെങ്ങാണ്ടുണ്ടെന്നാ കേട്ടത്. അയാളല്ലേ ആള് നല്ല പിടിപ്പും കാര്യശേഷിയുള്ള ഒരു മനുഷ്യനാ. ഒരു മെമ്പർ ആയാൽ എന്താ ഇങ്ങോട്ടാ വരുന്ന കേട്ടോ. കൂടുന്ന മഹായോഗത്തിൽ എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. നേരാ. എങ്ങനെയുണ്ട് ചേട്ടാ? കേട്ടില്ലേ പിള്ളച്ചേട്ടൻ ഏക്കുന്ന ഒന്നും മോശാവില്ലെന്ന് എനിക്കറിയാം. പഞ്ചായത്തിന്റെ എല്ലാ മൂലകളും എത്തണം. അതിന് പ്രത്യേകിച്ച് എന്നോട് പറയണം. പിന്നെ അനുമോദനത്തിൽ പ്രതിപക്ഷത്തിന് അസൂയ കാണും. അതുകൊണ്ട് ഇസഹാക്ക് തരകന്റെ ആപ്പീസിന്റെ വീട്ടിന്റെ മുമ്പ് കാറ് കൊണ്ട് നിർത്തി 2-3 ഓണങ്ങ് തട്ടിക്കും. 3 അതിൽ കൂടുതലൊക്കെ ആയി ചേച്ചി. കാശ് ഒരുപാടാവുമല്ലോ പിള്ളേ. കാശ് മനുഷ്യനുണ്ടാക്കുന്നല്ലേ ചേട്ടാ, അത് വരും പോവും. പിന്നെ ഉണ്ണിമേരി വരുന്നോണ്ട് ജനം വരച്ചു കൂടും. പോലീസിനെ കരുതിക്കോണം. പച്ചല കുഞ്ഞ കുടിക്കാൻ പച്ചവെള്ളം. കാപ്പിയാവല്ലോ. കാപ്പിയൊന്നും വേണ്ട, യോഗം കഴിഞ്ഞ് ഇനി വെള്ളം ഇറങ്ങും. ആ ചേട്ടാ, പ്രസംഗം തകർത്തേക്കണം. കൈയടിക്കാൻ ആളെ പ്രത്യേകം ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിള്ള പ്രസംഗിക്കുമ്പോ എന്റെ സേവനങ്ങൾ നന്നായിട്ടൊന്ന് പ്രകീർത്തിച്ചോണം. മറന്നു വലിക്കാൻ വേണം കൈവെള്ളിൽ ഒന്ന് കുറിച്ചിട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷേ പാലത്തിന്റെയും പ്രതിമയുടെയും കാര്യം ഇന്നത്തെ യോഗത്തിൽ പറയണ്ട. ശരിയാ. അപ്പൊ ഞാൻ പോട്ടെ. അനൗൺസ്മെന്റ് പോട്ടെ. പിന്നെ അമ്മയും മോള് വേഗം ഒരുങ്ങാൻ തുടങ്ങിയോ? ഇപ്പൊ തുടങ്ങിയാൽ 5 മണിക്ക് തീരും. ഇവരാരടാ തിന്നാനുണ്ടായി എന്റെ വീടല്ല. അയ്യോ നമസ്കാരം. നമസ്കാരം. ഈ കുന്തൊക്കെ എടുത്ത് കളയടാ. ഏത് പോത്തായവൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യയെ മോളെ എന്തിനാ അനുമോദിക്കുന്നത്? എന്താ അനുഭവിച്ചാലേ? നിന്റെ ഒന്നും വീട്ടിൽ കൊണ്ടുവന്ന കാശല്ലോ. ശബ്ദം ഉണ്ടാക്കരുത്. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. അധ്യക്ഷൻ വന്നില്ലല്ലോ. അധ്യക്ഷൻ വന്നില്ലല്ലോ പിള്ളേ. അങ്ങേര് വരൂല, കാർ വർക്ക്ഷോപ്പിലാ. അയ്യോ, അപ്പൊ കാർക്കോട മുതലാളിയോ? അയാൾ കഴിഞ്ഞ മാസം മുതൽ പ്രസംഗത്തിന്റെ റേറ്റ് കൂട്ടിയിരിക്കുക. 250 രൂപ രൊക്കം കൊടുത്താൽ ഗേറ്റിന് പുറത്തിറങ്ങും. എന്നാ പിന്നെ വേണ്ടാന്ന് വെച്ചു. ആളുകൾ ബഹളം ഉണ്ടാക്കൂലേ? ചേട്ടനും ധൈര്യമായിട്ടിരിക്കണം. പ്രസംഗം ഞാൻ കാച്ചിക്കോളാം. വരാതിരുന്നവരുടെ വകയായിട്ട് ഞാൻ പറഞ്ഞോളാം. പണം പിരിച്ചതിന്റെ കണക്ക് പിന്നെ പറയാം. മീറ്റിംഗ് തുടങ്ങ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ദുശാസനക്കുറിപ്പ്, അദ്ദേഹത്തിന്റെ പത്നി മണ്ടോദരി അമ്മ, മകൾ പാഞ്ചാലിക്കുട്ടി, സ്നേഹമുള്ള പഞ്ചായത്ത് മെമ്പർമാരെ, പെട്ട നാട്ടുകാരെ, കലാസ്നേഹികളായ സുഹൃത്തുക്കളെ, യോഗാധ്യക്ഷനായ മുൻമന്ത്രി ഗണപതി അയ്യരും പ്രാസംഗികനായ കാർക്കോടകനും വരാനൽപ്പം വൈകുമെന്നുള്ളത് കൊണ്ട് നമ്മൾ യോഗ നടപടികൾ ആരംഭിക്കുക. നാം ഇന്ന് അഭിനന്ദിക്കാൻ കൂടിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗ്രൂപ്പജ്യേഷ്ഠനെ പോലെ ഇത്രയും കാലം പ്രസിഡന്റായി ഒരേ പഞ്ചായത്തിൽ ഒരേ കസേരയിൽ ഒരേ ഇരിപ്പിരുന്നിട്ടുള്ള ആരും തന്നെ ലോകത്തൊരിടത്തും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് ആദ്യമായി ഗിന്നസ് ബുക്കിൽ എഴുതി ചേർക്കാൻ പോകുന്ന വാർത്ത ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അഭിനന്ദനത്തിന്റെയും ഉദ്ബോധനത്തിന്റെയും നറുമലരുകൾ കുറുപ്പജ്യേഷ്ഠന്മേൽ വാരി വിതറുമ്പോൾ ഒന്നോർക്കണം, ആ പൂക്കൾ ചെന്ന് വീഴുന്നത് അദ്ദേഹത്തിന്റെ സൽഗുണ സമ്പന്നയായ കൈപുണ്യമുള്ള കാപ്പിക്ക് കാപ്പി തന്നെ നൽകുന്ന പത്നി മണ്ടോദരി അമ്മയുടെ കാൽച്ചുവട്ടിലാണ്. ഈ ഇരിക്കുന്ന ശ്രീരത്നത്തിന്റെ ഐശ്വര്യമാണ് കുറുപ്പജ്യേഷ്ഠന്റെ വളർച്ചയ്ക്ക് പിന്നിലുള്ളത്. ഈ ഐരാവതക്കുഴി പഞ്ചായത്ത് സമിതിയുടെ പേരിൽ ശ്രീമതി മണ്ടോദരി അമ്മയെയും മകൾ പാഞ്ചാലിക്കുട്ടിയെയും ഈ അവസരത്തിൽ അനുമോദിച്ചുകൊണ്ട് നന്ദിപ്രകടന പ്രസംഗത്തിനായി പഞ്ചായത്ത് പ്രസിഡന്റ് ദുശാസനക്കുറിപ്പ് ജ്യേഷ്ഠനെ ഞാൻ ക്ഷണിച്ചു.
ഞാൻ പ്രിയമുള്ള നാട്ടുകാരെ, അമ്മമാരെ, സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, എനിക്ക് ഈ അനുമോദനങ്ങളെല്ലാം കേട്ട് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു. ഒരു സന്തോഷ വാർത്ത എനിക്ക് നിങ്ങളെ അറിയിക്കുവാനുണ്ട്. ഈ നാട് നന്നാക്കുവാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരു പൊളിച്ചുപണി അത്യാവശ്യമായിരിക്കുകയാണ്. പൊളിച്ചുപണിയുമായി ധൈര്യമായി മുന്നോട്ട് പോകുവാൻ തന്നെ ഞാനും എന്റെ പക്ഷക്കാരൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ പ്രസിഡന്റ് ആയിട്ട് 12 വർഷം കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് ഉണ്ടാകാത്തത് എന്റെയും നിങ്ങളുടെയും ഭാഗ്യം മാത്രമാണ്. തെരഞ്ഞെടുപ്പിന്റെ കാര്യം അധികൃതർ മറന്നു കഴിഞ്ഞിരിക്കുന്നതിനാൽ വീണ്ടും അതേപ്പറ്റി അവരെ ഓർമ്മപ്പെടുത്തരുതേ എന്നൊരു അഭ്യർത്ഥനയോടുകൂടി, അപേക്ഷയോടുകൂടി ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ വിനീതമായ കൂപ്പുകൾ. അടുത്തതായി ശ്രീമതി പഞ്ചവടി റാഹേൽ കൃതജ്ഞതാ പ്രകടനം നടത്തുന്നതാണ്. രാഹേലമ്മ ഒന്ന് പാടണം. പാടുന്നേ മൈക്ക് എല്ലാവർക്കും എന്റെ കുപ്പുകൾ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ അനുമോദന യോഗത്തിൽ വരികയും ഒരു നോട്ടുമാല പോലും സ്വീകരിക്കാതെ ഇരിക്കുന്ന കുറുപ്പ് ചേട്ടന് ഈ നാട്ടുകാരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ പരിപാടിയിൽ ആദ്യാവസാനം സജീവമായി പങ്കെടുത്ത് കൊഴുപ്പുണ്ടാക്കിയ അദ്ദേഹത്തിന്റെ പത്നി മണ്ടോതിരി അമ്മയ്ക്കും മകൾ പാഞ്ചാലിക്കും നന്ദി. ഇത്രയും നേരം മുഷിഞ്ഞിരുന്ന എല്ലാ നാട്ടുകാർക്കും നന്ദി. കട്ടന് പിന്നിൽ ഒരു ഉണ്ണി നൃത്തം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഉണ്ണിമേരിക്കും അവളുടെ അമ്മയ്ക്കും ഞങ്ങളുടെ നന്ദി. പരിപാടി ഉടനെ ആരംഭിക്കും. ഞാൻ കസേരയും കൊണ്ട് ആരും കാണാതെ ഉണ്ണിമേരി എങ്ങനെ ചെയ്യുന്നില്ല. അപ്പുറത്തെ വഴി പിന്നോട്ടങ്ങാൻ കയറി വന്നായിരിക്കും. നൃത്തപരിപാടി ആരംഭിക്കുകയാണ്. അയ്യോ, ഇത് ഉണ്ണിമേരെ അല്ല. അല്ലേ? മേരി ടീച്ചർ മകൾ ഉണ്ണിയാണ്. മേരി ടീച്ചർ മകൾ ഉണ്ണിയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇത് ശ്രദ്ധിക്കുക. പൊതുജനങ്ങളിൽ നിന്ന് ഉണ്ണിമേരയുടെയും മീറ്റിംഗിന്റെയും പേരിൽ കയ്യും കണക്കുമില്ലാതെ ഭീമമായ തുക പിരിച്ച് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയവർ ഈ നാടിന് അപമാനമാണ്. അയ്യോ, കരഞ്ഞുപോയി. നന്ദിയില്ലാത്ത ജനങ്ങൾ 12 വർഷം ഇവനെയൊക്കെ രാപ്പകലില്ലാതെ സേവിച്ചതാ. ഒരു ഉണ്ണിമേരിയുടെ പേരിൽ അവർക്ക് ഈ ശരീരം വേണ്ടാതെ ആയില്ലേ? അവിടെ ആരാണ് ചവിട്ടിയതാ? എന്റെ കർത്താവ്, കുറുപ്പിയാട്ടിന് എന്നാ പറ്റി? ലൈറ്റ് പോയപ്പോ തൂണയിൽ ഏതാണ്ട് ഇടിച്ചതാ. ഇരിപിള്ളേ, ഇങ്ങനെയല്ലാതെ മറ്റാരെങ്കിലും ലൈറ്റ് പോയപ്പോ ഇരുട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുവോ? അണ്ണാക്കും വെച്ചോണ്ട് മൈക്കിലെ പോലെ മണ്ടോദരി പാഞ്ചാലി എന്ന് വിളിച്ചോണ്ടല്ലായിരുന്നു ഇരുട്ട് തുടർന്നുള്ള ഓട്ടം. അവിടെ കൂടിയിരുന്നെല്ലാം പ്രതിപക്ഷത്തിന്റെയും ഉണ്ണിമേരുടെ ആൾക്കാരായിരുന്നു. ആരെങ്കിലും വെച്ച് താങ്ങി കാണും. ഉണ്ണിമേരുടെ കാര്യത്തിൽ ഒഴിച്ചാൽ മീറ്റിങ്ങിനെ കുറിച്ച് പൊതുവേ നല്ല അഭിപ്രായമാണ്. അതിപ്പോ ഈ നാട്ടിൽ ഏത് കാര്യത്തിനാ രണ്ടഭിപ്രായം ഇല്ലാത്തത്? എന്തായാലും ചേട്ടന്റെ പ്രശസ്തി ഈ യോഗത്തോടുകൂടി 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് കെട്ടടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രതിമയുടെയും പാലത്തിന്റെയും പണി ആരംഭിക്കണം. നമ്മൾ എപ്പോഴും കേറി ഇറങ്ങി നടക്കണ ഒരു കുഴപ്പവും ഇല്ലാത്ത ആ പാലം പൊളിച്ചു കളയാൻ പറയാൻ മനസ്സ് വരുന്നില്ല പിള്ളേ. അതെങ്ങനെയാ? ചേട്ടാ, ഇപ്പൊ പൊളിച്ചു പണിയുന്ന പാലങ്ങളിൽ പലതും കേടില്ലാത്തതാ. കേടില്ലാത്തതിനെ കേട് വരുത്തുന്നതാണ് ജനാധിപത്യം. ഈ നാട് നന്നാക്കാൻ വേണ്ടി ചേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് 4 പേര് പറയാൻ ഇടയാവരുത്. അത് നേരം. പഞ്ചവടിപ്പാലം ചേട്ടന്റെ സ്മാരകമായി ഉയരണം. അറ്റത്ത് ചേട്ടന്റെ പ്രതിമ വേണം.
അത് ഈ നാട്ടുകാരുടെ ഒരു ആവശ്യമാണ്. പാലം പണി തുടങ്ങിയ നാട്ടുകാർക്ക് തൊഴിലായി. നാട് നന്നായില്ലെങ്കിൽ നാട്ടുകാരെങ്കിലും നന്നാവുമല്ലോ. എന്നാലും പിള്ളേ, നാട്ടുകാർ കള്ളം കണ്ടുപിടിച്ചാലോ? നാട്ടുകാര് ഇന്നലത്തെ യോഗം കലയ്ക്ക് അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. പാലം പൊളിക്കണം. കുറെ കാലം ഇവിടെ പാലം വേണ്ട. പാലം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അവന്മാര് മനസ്സിലാക്കട്ടെ. നൂൽപാലത്തിൽ കൂടെ നടക്കട്ടെ. ഇന്നലത്തെ മീറ്റിങ്ങിന് കൈയടിച്ചിട്ട് എന്റെ കൈ അനക്കാൻ മേലാതിരുന്നതാ. എന്നിട്ടും ചേച്ചിയുടെ ഈ പ്രസംഗം കേട്ട് ഞാൻ അറിയാതെ അടിച്ചു പോയതാ. അമ്മയെ ഗുളിക കഴിച്ചില്ല, ടൈമായി. കാര്യം ഞാനങ്ങ് മറന്നുപോയി. എന്തിന്റെ ഗുളിക ചേച്ചി? ഇന്നലത്തെ ഓട്ടത്തിൽ വല്ലതും പറ്റിയോ? പ്രഷറിന്റെ ഗുളികയാ. തടി വെക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ മരുന്നുകൊണ്ടൊന്നും കുറയുകയല്ല. ആഹാരം കുറച്ചാൽ മതി. നമ്മുടെ ശീർഷാസന സ്വാമിയെ കാണായിരുന്നില്ലേ? ശീർഷാസന സ്വാമി പുള്ളിക്കാരന്റെ പലതരത്തിലുള്ള ആസനങ്ങളുണ്ട്. ഏത് രോഗവും മാറും, ഏത് തടിയും കുറയും. അതാരാ ഹാവേലെ അങ്ങനെ ഒരുത്തൻ? അങ്ങനെ എവിടെയാ? നമ്മുടെ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ആശ്രമം. പക്ഷെ അധികം ആർക്കും അറിയാൻ വയ്യ. വലിയ ആളല്ലയോ, അങ്ങനെയൊന്നും കയറി കാണാൻ പറ്റുകയല്ല. ഒരു നസ്രാണിയായ തനിക്കെങ്ങനാടോ ഒരു സ്വാമിയുടെ മഹത്വത്തെ പറ്റി അറിയാവുന്നത്? അതിപ്പോ ഞങ്ങളുടെ ജാതിക്കാരായ മന്ത്രിമാര് രായ്ക്ക് രാമായണം ആ തലസ്ഥാനത്ത് നിന്ന് ആശ്രമത്തിൽ വന്ന് ആസനവും പഠിച്ച് അനുഗ്രഹവും വാങ്ങിച്ചോണ്ട് പോകുന്ന അറിയാവോ? ചേട്ടാ, അങ്ങനെയാണെങ്കിലേ ഈ സ്വാമിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിലേ പാലം പൊളിക്കൽ സുഗമമായി നടക്കും. ചേച്ചിക്ക് ആസനവും പഠിക്കാം, തടിയും കുറയ്ക്കാം. ശരിയാ. പ്രസിഡന്റ് സാറില്ലേ? എന്താ വേണം? അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ആഹാ, എടി നീ എന്താണ് പറഞ്ഞേ? ഓ, പിന്നെ വലിയ മൂച്ചൊന്നും കാണിക്കണ്ട, കയ്യിൽ വെച്ചിരുന്നാ മതി. എനിക്ക് സാറ് ചെലവിന് തരണം. അയ്യോ, ഞാനോ? 4 വയസ്സുള്ള ഈ കൊച്ചിനെ തന്നേച്ച് ആ കാലമാടം വേറെ കെട്ടി താമസിക്കുക. സാറ് വന്ന് അനുഗ്രഹിച്ച കല്യാണം. എനിക്കും കൊച്ചിന് സാറ് ചെലവിന് തരണം. അതിനിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് ചെയ്യാനാ? പഞ്ചായത്തിൽ നിന്ന് എനിക്കൊരു വിധവാ പെൻഷൻ വാങ്ങിച്ചു തന്നാൽ എന്താ? വിധവ പെൻഷൻ ഭർത്താവ് ചത്താലേ കിട്ടൂ. എന്റെ കൊച്ചിന്റെ തന്തയായി പോയില്ലയോ? എങ്ങനെ കൊല്ലാനാ? എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പെൻഷൻ സാറ് വാങ്ങിച്ചു തരണം. അതല്ലെങ്കിൽ ഈ പൂതനയുടെ നിറം മാറും. എന്തായാലും നീ ഒരു അപേക്ഷ എഴുതി പഞ്ചായത്ത് ഓഫീസിൽ കൊട, നോക്കട്ടെ. തന്നില്ലെങ്കിൽ ഈ കൊച്ചുമായി ഞാൻ ഈ വീട്ടുമുറ്റത്ത് സത്യാഗ്രഹം ഇരിക്കും. ചേട്ടാ, അവളുടെ കാര്യം ശരിക്കും ഒന്ന് പരിഗണിച്ചോണേ. ഇല്ലെങ്കിൽ അവൾ എന്തും ചെയ്യാൻ മടിക്കാത്തോളാ. എനിക്ക് അവളോട് രണ്ട് പറയണമെന്നുണ്ടായിരുന്നു. അതേതായാലും ജഹാംഗീർ താത്ത. എന്താ പിള്ളച്ചോ പതിവില്ലാതെ ഈ വഴി? താത്തയോട് ഒരു വാർത്തയുടെ സത്യാവസ്ഥ ചോദിച്ചറിയാനാ ഞാൻ വന്നത്. എന്ത് വാർത്തയാണ് പിള്ളച്ചോ? ഇന്നലെ രാത്രിയില് ജഹാംഗീർ താത്ത വല്ല ശബ്ദവും കേട്ടായിരുന്നു? കിടക്കോന്ന്. രാത്രി എന്ത് ശബ്ദം? തടിയും കയറ്റി വന്ന ഒരു ലോറി പാലത്തിന്റെ നടുക്കെത്തിയപ്പോഴാ ശബ്ദം കേട്ടത്. ടയറ് പഞ്ചറായതാണെന്ന് ആ ഡ്രൈവർ വിചാരിച്ച്. അറിഞ്ഞോ, പാലം ഒടിഞ്ഞിരിക്കുക. ഇത്ര വലിയ ശബ്ദം ഉണ്ടായിട്ടും ഞമ്മള് കേട്ടില്ലല്ലോ. അനാർക്കലി, എന്താ പാപ്പാ? ഇന്നലെ രാത്രി വല്ല ശബ്ദവും മോള് കേട്ടോ? ഇല്ല പാപ്പാ. പാലം ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും നിങ്ങൾ അറിയില്ല. അത്ര വലിയ ഉറക്കക്കാരാ വാപ്പയും മോളും. പാലത്തിന് ബലക്ഷയമാണെന്ന് അറിഞ്ഞപ്പോ മുതല് പ്രസിഡന്റ് അദ്ദേഹത്തിന് വലിയ മനോവിഷമം. ഊണില്ല, ഉറക്കമില്ല. പൊളിഞ്ഞ പാലത്തിലൂടെ വണ്ടി കടത്തി വിടുന്നതും ജനത്തെ കയറ്റി ഇറക്കുന്നതും അപകടമല്ലേന്ന് അദ്ദേഹത്തിന് ഉത്കണ്ഠയുണ്ട്. അതുകൊണ്ട് പാലം ഒന്ന് പൊളിച്ചു പണിഞ്ഞാലോ എന്നൊരാലോചന. നാട്ടുകാരുടെ സഹകരണമില്ലാതൊന്നും നടക്കില്ലല്ലോ. താത്തയുടെ അടുത്തേക്ക് ഒരു പ്രത്യേക ദൂതനായി എന്നെ പറഞ്ഞയച്ചത് പ്രസിഡന്റ് അദ്ദേഹം തന്നെ. അതെന്തിനാ പിള്ളച്ചോ? താത്ത വിചാരിച്ചാലേ പാലം കുറെ കൂടി അപകടത്തിലാവൂ. അതായത് പാലം അപകടത്തിലാണെന്ന് താത്ത പ്രചരണം കൊടുക്കണം. അതിന് പറ്റിയ ആള് താത്ത തന്നെ. ഒന്നാമത് താത്ത പാലത്തിനടുത്ത് താമസിക്കുന്നയാള്, പിന്നെ കേത്തലി കാപ്പിയായിട്ട് നാട് ചുറ്റുന്നയാള്. താത്ത പറഞ്ഞ ആളുകൾ വിശ്വസിക്കും. ഇപ്പൊ ഞമ്മക്ക് പിടികിട്ടി. പിള്ളച്ചന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. പടച്ചവന് സഹിക്കാത്ത സത്യവിരോധമാണിതെന്ന് ഞമ്മക്കറിയാം. എന്നാലും ഈ പുതിയ ജോലി നമ്മൾ ഏറ്റെടുക്കാം. പക്ഷേ റേറ്റ് ആകെ എത്രയും നിശ്ചയിക്കണം. അത് റോക്കം കിട്ടുകയും വേണം. കാശൊരു വലിയ കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ താത്ത. ഈ പാലം അപകടത്തിലാണെന്ന് വന്നാൽ ഇത് പൊളിച്ച് ഇവിടെ പുതിയൊരു പാലം പണിയും. പുതിയ പാലത്തിന്റെ പണി കഴിയുന്നവരെ ഒരു വള്ളം വാടകയിൽ താത്ത ഒരു കടത്തു തുടങ്ങിക്കൂ. പിന്നെ കാശിലാണോ പഞ്ഞം? കടത്തായി, പാലം പണിക്കാരായി, ആൾ ബഹളമായി. താത്ത ഇവിടെ ഒരു ഹോട്ടലോട് തുടങ്ങിക്കോ. അനാർക്കല് നോക്കിക്കോളും. അത് നല്ല കാര്യമാണ്. നമ്മൾ ഈ കേത്തലുമായി നാടിയൂറ്റുന്നതിനേക്കാൾ ഭേദം. പക്ഷേ കടത്ത് മറ്റാരും അടിച്ചുകൊണ്ട് പോവാതെ ഞമ്മക്ക് തന്നെ കിട്ടുന്ന കാര്യം പിള്ളച്ചൻ നോക്കിക്കോണം. പിന്നെ
പറ്റിയ ഇന്ന് രാത്രി തന്നെ പാലത്തിന് കൈവരിക്ക് അല്പം കേടുവരുത്തിക്കോ. എന്തേലും വെച്ച് ഇടിച്ചാ മതി. ആരും കാണാ ചെയ്യണം. അതും കൂടെ ആകുമ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം കൂടും. അത് നമ്മൾ ചെയ്യാം. കൈവരിക്ക് ഒരു പാല വെച്ചിരിക്കാം. പക്ഷേ കടത്തി നമുക്ക് കിട്ടണം. കറുത്തുവെള്ളം താത്താക്ക് തന്നെ. ഇത്ര സംശയം എന്താ? അപ്പൊ പാര വാങ്ങാനുള്ള കാശ് കൊടു. പാര വെക്കാനുള്ള കാശ്